പണ്ട് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു പാവം അമ്മയും മകനും താമസിച്ചിരുന്നു. കയ്യിൽ സമ്പാദ്യമായി ഒന്നുമില്ലെങ്കിലും ആ വീട്ടിൻ്റെ ഉമ്മറത്ത് എന്നും ഒരു നിലവിളക്ക് കത്തുമായിരുന്നു. അവരുടെ പ്രാർത്ഥന പോലെ തെളിഞ്ഞ ഒരു വിളക്ക്. പക്ഷേ വിധി എന്നും ഒരുപോലെയല്ലല്ലോ. ഒരു ദിവസം രാത്രി ആ വീട്ടിലെ വെളിച്ചം അണയാൻ പോവുകയാണോ എന്ന് തോന്നിപ്പോയി. മകൻ പനിച്ച് വിറക്കുകയാണ്. കയ്യിലാണെങ്കിൽ ഒരു തുള്ളി മരുന്നിന് പോലും കാശില്ല. അമ്മ മകൻ്റെ നെറ്റിയിൽ നനഞ്ഞ തുണിയിട്ട് അവൻ്റെ പനി കുറയ്ക്കാൻ നോക്കി. പക്ഷേ ആ കുഞ്ഞിൻ്റെ ശരീരം തീ പോലെ കാളുകയായിരുന്നു. ഒടുവിൽ സഹിക്കവയ്യാതെ ആ അമ്മ ഭഗവാന്റെ ചിത്രത്തിനു മുന്നിൽ തകർന്നു വീണു കരഞ്ഞു. ഭഗവാനെ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ? പുറത്ത് നല്ല മഴ പെയ്യുന്ന ആ അർദ്ധരാത്രിയിൽ പെട്ടെന്നാണ് ആരോ ആ വാതിലിൽ മുട്ടിയത്. ഈ നേരത്ത് ആരായിരിക്കും? അമ്മ പേടിയോടെ വാതിൽ തുറന്നു. മുന്നിൽ ചിരിച്ചുകൊണ്ട് ഒരു വൃദ്ധൻ നിൽക്കുന്നു. അദ്ദേഹം ഒരു ചെറിയ പൊതി ആ അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഇത് കൊടുത്തോളൂ, മകന് സുഖമാകും എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നതുപോലെ തന്നെ ഇരുട്ടിലേക്ക് മറഞ്ഞു. ആ മരുന്ന് കഴിച്ചതോടെ അത്ഭുതകരമായി മകൻ്റെ പനി മാറി. സന്തോഷം കൊണ്ട് വിറക്കുന്ന കൈകളോടെ നന്ദി പറയാൻ ആ അമ്മ പിറ്റേന്ന് അമ്പലത്തിലെത്തി. പക്ഷേ ശ്രീകോവിലിനുള്ളിലെ ആ വിഗ്രഹം കണ്ടതും അവൾ തരിച്ചുപോയി. തലേ ദിവസം രാത്രി തൻ്റെ വീട്ടുവാതിൽക്കൽ മരുന്നും കൊണ്ടുവന്ന ആ വൃദ്ധൻ്റെ അതേ രൂപം, അതേ ചിരി. അപ്പോഴാണ് അവൾ തിരിച്ചറിഞ്ഞത്, തൻ്റെ പ്രാർത്ഥന കേട്ട് ആ കണ്ണൻ തന്നെയായിരുന്നു അവിടെ വന്നതെന്ന്. അതെ, സത്യമായ ഭക്തിയും നിഷ്കളങ്കമായ പ്രാർത്ഥനയുമുണ്ടെങ്കിൽ ലോകം നമ്മെ കൈവിട്ടാലും ആ കാരുണ്യക്കടൽ നമ്മെ കാത്തുരക്ഷിക്കാൻ ഏതൊരു രൂപത്തിലും മുന്നിലെത്തും. ഹരേ കൃഷ്ണ.